1990 ലോകകപ്പിലേക്കുള്ള തെക്കൻ അമേരിക്കൻ യോഗ്യതാ മത്സരം. ബ്രസീലും ചിലിയും തമ്മിലായിരുന്നു ആ മത്സരം. ചിലിക്കാവട്ടെ വളരെ നിർണായകമായ മത്സരമായിരുന്നു അത്. ആദ്യ പകുതിയിൽ തന്നെ ബ്രസീൽ ഒരു ഗോളിൻ്റെ ലീഡെടുത്തു. പെട്ടെന്നാണ് തിങ്ങി നിറഞ്ഞ ഗാലറിയിൽ നിന്നും ഒരു പടക്കം ചിലി ഗോൾ കീപ്പർ റോബർട്ടോ റോജാസിൻ്റെ അരികിലേക്ക് വന്നു വീഴുന്നത്. മുഖമാകെ ചോരയൊലിപ്പിച്ച് ഗോൾ കീപ്പർ ഗോൾ പോസ്റ്റിനരികിൽ വീണ് കിടന്നുരുളുകയാണ്. ബ്രസീലിൻ്റെ ആരാധകരുടെ ആക്രമണമാണെന്ന് കരുതി മത്സരം അപ്പോൾ തന്നെ നിർത്തിവെച്ചു. പിന്നീട് ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് കാര്യം മനസ്സിലായത്. റോജാസ് തൻ്റെ കയ്യുറയിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന റേസർ ബ്ലേഡ് ഉപയോഗിച്ച് മുഖം സ്വയം മുറിക്കുകയായിരുന്നു. കാര്യം മനസ്സിലായതോടെ ഫിഫ ചിലിയെ ആജീവനാന്തം വിലക്കുകയും 1994 ലോകകപ്പിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. ലോക ഫുട്ബോൾ ചരിത്രം മികച്ച കളികളുടെ ചരിത്രം കൂടിയാണ്. അതോടൊപ്പം വിവരിക്കാനാവാത്തതും ദുരൂഹതയും നിറഞ്ഞ പല സംഭവങ്ങളും കൂടി നിറഞ്ഞതാണ്. അൺടോൾഡ് ഹിസ്റ്ററി മലയാളം ഇന്ന് പറയാൻ പോകുന്നത് യുക്തി കൊണ്ട് വിവരിക്കാനാവാത്ത ചില സംഭവങ്ങളെക്കുറിച്ചാണ്. ഫുട്ബോൾ ശാപങ്ങളും അയുക്തിയും കൂടി നിറഞ്ഞതാണ് ഇത്തരം സംഭവങ്ങൾ. തീർത്തും രസകരമായ ഇത്തരം സംഭവങ്ങൾ ഏതൊരു ഫുട്ബോൾ പ്രേമിയിലും കൗതുകം ജനിപ്പിക്കും. 1962 യൂറോപ്യൻ കപ്പ് ഫൈനലിൽ റയൽ മാഡ്രിഡിനെ തോൽപ്പിച്ച് കിരീടം ചൂടിയ ബെനിഫിക്കയുടെ മാനേജറായിരുന്നു ബെലെ ഗുട്ട്മാൻ. കിരീടം നേടിയതിനു ശേഷം അദ്ദേഹം അധികാരികളോട് ശമ്പള വർധനവ് ആവശ്യപ്പെട്ടു. എന്നാൽ ക്ലബ് അധികാരികളാവട്ടെ അത് നിരസിക്കുകയായിരുന്നു. പ്രകോപിതനായ അദ്ദേഹം ക്ലബ് അധികാരികളോട് ചില ശാപവചനങ്ങൾ പറഞ്ഞു. ആ വാക്കുകളാണ് ഫുട്ബോൾ ചരിത്രത്തെ പിടിച്ചു കുലുക്കിയത്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഇനി ബെനിഫിക്ക യൂറോപ്പിൽ ഒരു കിരീടവും 100 വർഷത്തേക്ക് നേടില്ല. ഇതിനു ശേഷം ബെനിഫിക്ക കളിച്ച 8 യൂറോപ്യൻ ഫൈനലുകളും യൂറോപ്പ ലീഗ് അടക്കം പരാജയപ്പെടുകയായിരുന്നു. ദുരൂഹതകൾ നിറഞ്ഞ ഫുട്ബോൾ ചരിത്രത്തിലെ അടുത്ത സംഭവം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബ്ബായ ചെൽസിയുമായി ബന്ധപ്പെട്ടതാണ്. 2006 മുതൽ 2023 വരെയുള്ള ചെൽസിയുടെ കാലഘട്ടം. ലോകോത്തര താരങ്ങൾ നമ്പർ 9 ജേഴ്സി അണിയുമ്പോൾ പെർഫോമൻസ് നഷ്ടപ്പെടുന്നു. ഗോൾ വരൾച്ചയിലേക്ക് താരങ്ങൾ താനെ എടുത്തെറിയപ്പെടുന്നു. ആന്ദ്രേ ഷെവ്ചെങ്കോ, ഫെർണാണ്ടോ ടോറസ്, റൊമേലോ ലുക്കാക്കു, ഗോൺസാലോ ഹിഗ്വെയിൻ തുടങ്ങിയവരെല്ലാം തന്നെ ചെൽസിയുടെ 9-ാം നമ്പർ ജേഴ്സിയിൽ പരാജയപ്പെടുകയായിരുന്നു. തീർത്തും ദുരൂഹമായ മറ്റൊരു സംഭവമാണ് ആഴ്സണൽ ജേഴ്സിയിൽ കളിച്ച വെയിൽസ് താരം ആറോൺ റംസിയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. മിഡ്ഫീൽഡറായ റംസി ഗോൾ നേടുമ്പോഴൊക്കെ പിറ്റേ ദിവസം ഏതെങ്കിലും ഒരു പ്രമുഖ വ്യക്തി മരണപ്പെടുകയായിരുന്നു. 2011 മെയ് മാസത്തിൽ റാംസി മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെതിരെ ഗോൾ നേടി. അതിൻ്റെ പിറ്റേ ദിവസം ഒസാമ ബിൻ ലാദൻ വധിക്കപ്പെട്ടു. സ്റ്റീവ് ജോബ്സ്, വിറ്റ്നി ഹൂസ്റ്റൺ, ഡേവിഡ് ബോവി ഇവരുടെ മരണങ്ങളെല്ലാം തന്നെ റാംസിയുടെ ഗോളുകൾക്ക് ശേഷമാണ് സംഭവിച്ചത്. മാധ്യമങ്ങൾ ഇവയുടെ യാദൃശ്ചികത കണക്ട് ചെയ്തുകൊണ്ട് പിന്നീട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 1954 ഒക്ടോബർ 27 ഇറ്റാലിയൻ സീരി എയിൽ ഫിയോറന്റിനയും ജുവൻറ്റസും തമ്മിൽ മത്സരിക്കുന്നു. രണ്ടാം പകുതിയിൽ കളി പുരോഗമിക്കുന്നതിനിടയിൽ റഫറി കളി പെട്ടെന്ന് നിർത്തിവെച്ചു. 10,000 കാണികളും കളിക്കാരും ആകാശത്തേക്ക് സ്തംഭിച്ചു നോക്കി നിന്നു. മുട്ടയുടെ ആകൃതിയിലുള്ള തിളങ്ങുന്ന വസ്തുക്കൾ ആകാശത്ത് അതിവേഗം നീങ്ങുന്നു. അവയിൽ നിന്നും നൂലുപോലെ വെളുത്ത ദ്രാവകമെന്തോ ഗ്രൗണ്ടിലേക്ക് വീണുകൊണ്ടേയിരുന്നു. ഇറ്റാലിയൻ ഒളിമ്പിക് കമ്മിറ്റിയുടെയും മാധ്യമങ്ങളുടെയും ഔദ്യോഗിക രേഖകളിൽ ഈ സംഭവം സ്ഥിരീകരിച്ചിട്ടുണ്ട്. 1946 FA കപ്പ് നേടിയതിനു ശേഷം 35 വർഷക്കാലം ഡെർബി കൗണ്ടിക്ക് ഒരു കിരീടവുമില്ലായിരുന്നു. സ്റ്റേഡിയത്തിൻ്റെ അടിത്തട്ടിൽ കറുത്ത പൂച്ചകളെ കുഴിച്ചിട്ടിട്ടുണ്ടെന്നും അതാണ് കിരീട വരൾച്ചയ്ക്ക് കാരണമെന്നും ആരാധകർ ഉറച്ചു വിശ്വസിച്ചു. 1980കളുടെ ഒടുവിൽ സ്റ്റേഡിയം നവീകരണത്തിനായി തൊഴിലാളികൾ കല്ലിളക്കി നോക്കിയപ്പോൾ പൂച്ചകളുടെ അവശിഷ്ടങ്ങൾ അതിനിടയിൽ കണ്ടു. അതിന് തൊട്ടടുത്ത സീസണിൽ ഡെർബി കൗണ്ടി കിരീടം സ്വന്തമാക്കി. 1990 ഫിഫ ലോകകപ്പിലും 1996 യൂറോ കപ്പിലും ഇംഗ്ലണ്ട് ദേശീയ ടീമിനും സമാനമായ ചില അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിർണായകമായ മത്സരങ്ങളിൽ ഇംഗ്ലീഷ് താരങ്ങളുടെ ഷോട്ടുകൾ ഗോൾ പോസ്റ്റിൽ തട്ടിത്തെറിക്കുന്നു. പെനാൽറ്റി ഷൂട്ടൗട്ടിലാവട്ടെ ടീം തുടർച്ചയായി പരാജയപ്പെടുന്നു. ഇംഗ്ലണ്ട് ദേശീയ ടീമിനെ പിടികൂടിയ ദുർഭൂതത്തെക്കുറിച്ച് മാധ്യമങ്ങൾ പിന്നീട് വിശദമായ ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. ആഫ്രിക്കൻ രാജ്യമായ റുവാണ്ടൻ പ്രീമിയർ ലീഗ് 2016 ഡിസംബർ
റയൻ സ്പോർട്സ് താരമായ എൽനാറ്റ് ഗോളുകൾ നേടാൻ വിഷമിക്കുന്നത് കണ്ട ഒരു മന്ത്രവാദി കാണികളുടെ ഇടയിൽ നിന്നും ഇറങ്ങി വന്ന് ഗോൾ പോസ്റ്റിനടുത്ത് ചില മാന്ത്രിക തകിടുകൾ നിക്ഷേപിച്ചു. ഈ ദൃശ്യങ്ങൾ TV ക്യാമറയിൽ പകർത്തിയിരുന്നു. മന്ത്രം പൂർത്തിയാവാതെ വീണ്ടും കളിക്കാൻ തുടങ്ങിയാൽ ടീം തോൽക്കുമെന്ന് കരുതി മന്ത്രം പൂർത്തിയാക്കാനുള്ള സമയം മന്ത്രവാദിക്ക് വിട്ടുകൊടുത്തു. പിന്നീട് റുവാണ്ടൻ ഫുട്ബോൾ ഫെഡറേഷൻ ഈ സംഭവത്തിൽ ക്ലബിന് കനത്ത പിഴ ചുമത്തി. വളരെയധികം ദുരൂഹതകളും അന്ധവിശ്വാസങ്ങളും നിറഞ്ഞതാണ് ഫുട്ബോൾ. മോഹൻ ബഗാന്റെ മുൻതാരം സുബ്രത ഭട്ടാചാര്യ കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ഒരു ആട്ടിൻ മാംസം ബൂട്ടിൻ്റെ ഇടയിൽ ഒളിപ്പിച്ചു വെക്കുമായിരുന്നുവെന്ന് പറയപ്പെടുന്നു. ഇത്തരം കഥകൾ കേൾക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക.